ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജോർജ് മാത്യു, മുംബൈ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവാഞ്ചൽ മിനിസ്ട്രീസിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഈ നിലയിൽ അറസ്റ്റ് സ്വീകരിച്ച വ്യക്തികളെക്കുറിച്ചാണ്. രണ്ട് പേരുടെ പേർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സാംസൺ. ഫിലിസ്തീർ തന്നെ പിടിക്കുവാൻ വന്നപ്പോൾ തൻ്റെ തന്നെ ജനം വന്നിട്ട്, നീ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എന്ത്, ഫിലിസ്തീർ നമ്മെ ഭരിക്കുന്നതെന്ന് അറിയുന്നില്ലയോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശിംശോൻ തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലുകയില്ല എങ്കിൽ എന്നെ കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുവാനായിട്ട് പറയുകയാണ്. നമുക്ക് ആ സംഭവം അറിയാം. അനേകരെ കൊല്ലുന്ന, ഫിലിസ്തീരെ നശിപ്പിക്കുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അത് ഈ നിലയിൽ അറസ്റ്റ് പ്രാപിച്ച ഒരു സംഭവമാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഏലിയാവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. 2 രാജാക്കന്മാർ 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ്. 50 പേരുടെ അധിപതിയായിരിക്കുന്ന വ്യക്തി ആ 50 പട്ടാളക്കാരെയും കൊണ്ട് വന്നിട്ട് പറയുകയാണ്, രാജാവ് നിന്നെ വിളിക്കുന്നു, വേഗം ഇറങ്ങി വാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ്, ഇസ്രായേൽ രാജാക്കന്മാർ പൊതുവെ ദൈവത്തെ ഭയപ്പെടാത്തവരാകൊണ്ട് ഏലിയാവ് തീർച്ചയായിട്ടും അവരുടെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിക്കുവാൻ ശങ്കിച്ചു എന്നുള്ളതിന് സംശയമില്ല. ആ വേദഭാഗം നിങ്ങൾ വായിക്കാമെങ്കിൽ ആദ്യത്തെ വ്യക്തി വളരെ ധാർഷ്ട്യത്തോടു കൂടി ഏലിയാവിനെ വിളിക്കുന്നു. ഏലിയാവ് പറയുന്നു, ഞാൻ യഹോവയുടെ പ്രവാചകനാണെങ്കിൽ തീ ഇറങ്ങി വരട്ടെ, നിങ്ങളെ ദഹിപ്പിക്കട്ടെ എന്ന് പറയുന്നു. അവർ ദഹിച്ചു. വീണ്ടും രാജാവ് 50 പേരെയും അതിൻ്റെ അധിപതിയെയും കൂടെ അയക്കുകയാണ്. അദ്ദേഹവും വളരെ ധാർഷ്ട്യത്തോടാണ് സംസാരിച്ചത്. അവിടെ പറയുന്നത്, വേഗം ഇറങ്ങി വാ, കം ഡൗൺ ക്വിക്ക്ലി എന്നാണ്. അന്നേരം ഏലിയാവ് ആ നിലയിൽ തന്നെ ഉത്തരം പറയുകയാണ്. എന്നാൽ പിന്നീട് 3ാമത് വന്ന വ്യക്തി, അദ്ദേഹം വളരെ താണു വീണ് കേണപേക്ഷ കൊണ്ടുകൊണ്ട് ഇതിനു മുമ്പ് മരിച്ചവരുടെ കാര്യം പറയുകയും തങ്ങളുടെ ജീവനോട് കരുണ കാണിക്കണം എന്നുള്ള നിലയിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഏലിയാവിനോട്, നീ ഭയപ്പെടേണ്ട, അവൻ്റെ കൂടെ പോക എന്നുള്ള നിലയിൽ സംസാരിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യുവാൻ വരുന്ന കൂട്ടത്തിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി അവരുടെ മേൽ ദൈവം ചെയ്യുന്ന അത്ഭുതം, ഇത് നമ്മൾ ഏലിയാവിൻ്റെ സംഭവത്തിൽ വളരെ വ്യക്തമായി കാണുന്നു. അവിടെയും അനേകർ മരിച്ചു. ശിംശോൻ്റെ കാര്യത്തിലും അനേകർ മരിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സാംസൺ 1000 പേരെ കൊന്നു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഗോഡ് സണ്ണിനെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ സാംസണെയാണ് അറസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചത്. സാംസനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, ശിംശോനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ 1000 മരിച്ചു വീഴുമ്പോൾ നമ്മുടെ കർത്താവ് ആർക്കും വാസ്തവത്തിൽ ഉപദ്രവം ഉണ്ടാകാതെ തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വന്നവരിൽ ഒരുവനെ സൗഖ്യമാക്കുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അതാണ് ശിംശോനും ഏലിയാവും ആരായിരുന്നാലും കൊള്ളാം, നമ്മുടെ കർത്താവും തമ്മിലുള്ള വ്യത്യാസം. അവനെപ്പോലെ അത്യുത്തമനായി, എല്ലാവരുടെയും രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുവനായി, എല്ലാവർക്കും രക്ഷകനായി എപ്പോഴും നിൽക്കുന്ന ഒരുവനായി നമ്മുടെ കർത്താവ് നിൽക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. ഇവിടെ വീണ്ടും ഒരു ചോദ്യം കൂടെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ആ ചോദ്യം, പിശാച് യൂദാസിൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ യൂദാസിൻ്റെ ഉള്ളിൽ പിശാച് ഈ വണ്ണം ഒരു പ്രാവശ്യമേ പ്രവേശിച്ചുള്ളുവോ, അതോ വീണ്ടും പലവട്ടം പ്രവേശിക്കാനിടയായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യവും ചിന്തിക്കുവാൻ ശ്രോതാക്കൾക്ക് സമയം കിട്ടത്തക്കവണ്ണം അടുത്ത ക്ലിപ്പിൽ മാത്രമേ ഉത്തരം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആ സംഭവത്തിൽ പത്രോസ് പെട്ടെന്ന് വാളെടുക്കുന്നു എന്നുള്ളതാണ്. പത്രോസിനോട് കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും.
വാള് ഉറയിലിടുക. കർത്താവ് അവിടെ ലോകത്തിനോട് തന്നെ പറയുന്നൊരു വലിയ പാഠമുണ്ട്. ദൈവത്തെ രക്ഷിക്കുവാൻ ദൈവം തന്നെ സൃഷ്ടിച്ച മനുഷ്യൻ ശ്രമിക്കുന്നത് ദൈവത്തെ അപമാനിക്കുന്ന ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. സർവശക്തനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശ്വാസം മാത്രമായിരിക്കുന്ന മനുഷ്യൻ്റെ വിഫലമായിരിക്കുന്ന ചിന്ത, വിചാരം എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് തടയുന്നതിൽ നിന്നും നാം മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നാം വാളെടുക്കുമ്പോൾ, അങ്ങനെ അനേക മതങ്ങളും പാർട്ടിക്കാരും രാഷ്ട്രവും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് പറയുവാനുള്ളത് വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഈ വാക്കിനെ നമുക്ക് മുറുക്കെ പിടിക്കാം. ഇന്ന് അതൊരു സിദ്ധാന്തമായി, തത്വമായി മനസ്സിലാക്കി ലോകത്തിലെമ്പാടും ഒന്ന് ചുറ്റും നോക്കിക്കേ. ദൈവത്തിൻ്റെ നാമത്തിൽ ആരൊക്കെ വാളെടുത്തുവോ ആ ദേശം, ആ ജാതി, ആ കൂട്ടം വലിയ നാശനഷ്ടത്തിലേക്ക് തന്നെ പോയിട്ട് നശിച്ചു പോകും. അല്ലെങ്കിൽ പെരിഷെന്നായിരിക്കുന്നത്, മരിക്കും എന്നുള്ള നിലയിലല്ല. അപ്പോൾ ആ നിലയിലും അതിനെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളാം, എന്നാൽ വാളെടുത്തുകൊണ്ടല്ല. അവൻ്റെ ഹിതപ്രകാരം അവന് കീഴ്പ്പെട്ട് അവൻ്റെ ബലത്തിൽ മാത്രം നമുക്ക് ജീവിക്കാം. നമ്മുടെ ബലത്തിൽ ദൈവമല്ല, ദൈവത്തിൻ്റെ ബലത്തിൽ നാം ആണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ വിസ്മരിച്ചുകൂടാ. അവിടെ പത്രോസിന് കർത്താവ് കൊടുത്ത അഡ്വൈസ് അല്ലെങ്കിൽ ആ ഉപദേശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. വാളാൽ നശിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നശിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ രക്ഷിക്കുകയില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ള ഒന്നിനെയും എനിക്ക് നഷ്ടപ്പെടുകയില്ല. എന്നാൽ വാളാൽ നശിക്കുന്ന സമയത്ത്, ശാരീരികമായ നാശം നിൻ്റെ മേൽ വിതയ്ക്കപ്പെടുമ്പോൾ, ഞാൻ നിനക്ക് കൂട്ടു നിൽക്കുകയില്ല, ഞാൻ നിന്നെ രക്ഷിക്കുകയില്ല, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അവിടെ പറയുകയാണ്. പത്രോസിന് എത്രയോ വലിയ ഒരു ഷോക്കായിരിക്കാം അവിടെ വെച്ച് സംഭവിച്ചു. ഇന്ന് അനേകർ പലരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിക്ക് തന്നെ കീഴ്പ്പെടുത്തേണ്ടത് എത്രയോ ആവശ്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.